കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 5:38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത്ത് കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോകുക. ചോദിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങാനിച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞ് മാറരുത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈശോയുടെ മലയിലെ പ്രസംഗത്തിൻ്റെ വളരെ പ്രസക്തമായ ഒരു ഭാഗമാണ് ഇന്ന് സുവിശേഷം നമ്മൾ വായിച്ച് കേൾക്കുന്നത്. അത് കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ദുഷ്ടനെ എതിർക്കരുത്, വലത് കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാം, തിന്മയെ എതിർക്കാതിരുന്നാൽ തിന്മ വളരില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാവും. ഈ വചനഭാഗത്തിൻ്റെ തലക്കെട്ട് നമ്മൾ കാണുന്നത് തിന്മയെ നന്മ കൊണ്ട് എതിർക്കുക എന്നുള്ളതാണ്. അപ്പോൾ തിന്മയെ എതിർക്കരുത് എന്നുള്ള അർത്ഥം അതിനകത്തില്ല. പക്ഷെ തിന്മയ്ക്കെതിരെ നമ്മുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കണമെന്നാണ് ഈശോ ഇവിടെ പ്രതിപാദിക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അനുദിന ജീവിതത്തിൽ ഒത്തിരി തിന്മയുടെയും പൈശാചികതയുടെയും വൈകാരികമായി നിൽക്കുന്ന അസ്വസ്ഥതകളൊക്കെ നടുവിൽ കടന്നു പോകുന്നവരാണ് നമ്മൾ. ഉടനെ പലപ്പോഴും നമ്മുടെ പ്രതികരണ ശൈലിയും പൈശാചികമായിട്ട് മാറും നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ചില ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കുടുംബങ്ങളിലുണ്ടെന്ന് വിചാരിക്കാം, അസ്വസ്ഥതകളുണ്ടെന്ന് വിചാരിക്കാം. അപ്പം അതിൻ്റെ പേരിൽ നമുക്ക് വല്ലാത്ത ഭാരമുണ്ടാകാം, സങ്കടമുണ്ടാകും. അത് സ്വാഭാവികമാണ്. കാരണം ഒരു തിന്മ ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ മുഴുവനും സമാധാനവും സന്തോഷവും ആ വ്യക്തിയുടെ സ്വാധീനം മൂലവും സാന്നിധ്യം മൂലവും നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന വൈകാരിക തലങ്ങളാണ്. നമുക്ക് ദുഃഖം ഉണ്ടാകും, വിഷമം ഉണ്ടാകും. ഈ ഒരു വ്യക്തി കാരണം കുടുംബത്തിന് മുഴുവൻ സമാധാനം പോകുന്നല്ലോ, സന്തോഷം പോകുന്നല്ലോ എന്നുള്ള ഒരു മാനുഷികമായ വൈകാരികമായ അസ്വസ്ഥതകളുണ്ടാകും. ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന തെറ്റൊന്നുമില്ല. പക്ഷേ അതിന് ഉപരിയായിട്ട് ആ വ്യക്തിയുടെ സ്വഭാവത്തെ ഓർത്ത്, എന്നാൽ അവൻ എങ്ങനെയാണല്ലോ, അവൾ അങ്ങനെയാണല്ലോ എന്ന് ചിന്തിച്ച് ഒരു മാറ്റമില്ലല്ലോ എന്ന് ആലോചിച്ച് നമ്മുടെ വൈകാരികത അവരുടെ വൈകാരികത പോലെ തന്നെ പൈശാചികമായി മാറാനുള്ള സാധ്യതയുണ്ട്. എത്രയോ പേര് കുടുംബാംഗങ്ങളുടെ മാനസാന്തരം ഏതാനും നാളുകൾ ദീർഘിച്ചത് കൊണ്ട് നിരാശയ്ക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ട്, ആകുലതകൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ട്. അച്ഛാ ജീവിക്കാൻ തോന്നുന്നില്ല, ചത്താ മതി, ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നവരുണ്ട്. അപ്പം അവരിൽ ഒരു മദ്യപാനത്തിൻ്റെ ദുരാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അതിന് ഭാഗമാക്കായി നിൽക്കുന്ന കുടുംബാംഗങ്ങളിൽ ഒരുപക്ഷെ അതിനേക്കാൾ ശക്തമായ പൈശാചിക സ്വാധീനങ്ങൾ, നിരാശയും ആകുലതയും ആത്മഹത്യ ചിന്തയൊക്കെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചില്ല എങ്കിൽ. അപ്പോൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും നമ്മുടെ വൈകാരിക മനുഷ്യനെ മുറിപ്പെടുത്താൻ കടന്നു വരുന്ന സാധ്യതകളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ഈശോ പറയുക. നമ്മുടെയൊക്കെ പ്രശ്നം നമുക്ക് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയത്തില്ല എന്നുള്ളതാണ്. എന്തിനും അടിച്ച് തുറന്നൊക്കെ പറയുക. ചിലപ്പോൾ ഒറ്റ വാക്കിൽ കുടുംബത്തിന് മുഴുവൻ സന്തോഷം പോവും. ചിലപ്പോൾ വൈകാരികമായി പ്രതികരിക്കുക, ചിലപ്പോൾ ശാരീരികമായി പോലും പീഡിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചില പ്രതികരണ ശൈലികൾ മാറും. അതൊക്കെ എക്കാലവും മുറിവായിട്ടും എക്കാലവും വേദനയായിട്ടും എക്കാലവും ആഴമേറിയ മനസ്സിൻ്റെ സങ്കടമായിട്ടൊക്കെ ചില കുടുംബാംഗങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞ് പറയാൻ വെച്ചാൽ അന്ന് എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞത്, എൻ്റെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കൾ പറഞ്ഞതൊക്കെ ഇപ്പോഴും മനസ്സിൽ കിടക്കോ, വല്ലാത്ത വേദനയായിട്ട് സങ്കടമായിട്ട്. അപ്പോൾ ചില മനസ്സിന് ഭരമേൽക്കുന്ന മുറിവേൽക്കുന്ന അനുഭവങ്ങളോടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ അത് ദൈവസ്നേഹത്തിലല്ല എങ്കിൽ അത് പൈശാചികമായിട്ട് മാറും. അതുകൊണ്ടാണ് കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനെ എതിർക്കരുത്. എങ്ങനെ? അതേ തിന്മ കൊണ്ട് എതിർക്കാൻ പാടില്ലെന്ന് ഈശോ പറയുന്നത്.
ഒരു തിന്മയെ തിന്മ കൊണ്ട് എതിർത്താൽ അതിനൊരു പരിഹാര മാർഗ്ഗമില്ല. കാരണം അവനിലും തിന്മ എന്നിലും തിന്മ, പിന്നെ എന്താണ് വ്യത്യാസമുള്ളത്? അവനും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? ഒരുവന്റെ തിന്മയാണല്ലോ നമ്മളെ ഭാരപ്പെടുത്തുന്നത്. അതിന് ഞാൻ തിന്മയായിട്ട് തന്നെ പ്രതികരിച്ചാൽ അവനിലും എന്നിലും എന്ത് വ്യത്യാസമുണ്ട്? അതുകൊണ്ടാണ് സ്നേഹത്തോടും കരുണയോടും എന്ന് പറഞ്ഞാൽ ദൈവിക ആയുധങ്ങൾ എടുത്ത് അതിന് പ്രതികരിക്കണമെന്ന് ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രതികരണങ്ങൾ എപ്പോഴും ദൈവികമായില്ല എങ്കിൽ പ്രതികരിക്കുന്നവനിൽ പൈശാചിക പ്രവൃത്തി ഉടലെടുക്കാൻ തുടങ്ങും. ആ ഒരു ശ്രദ്ധ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഈശോ നമുക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്. ഇനി കർത്താവ് കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഉടുപ്പെടുത്തുകൊണ്ട് പോവുകയാണോ അതിന് മേലങ്കി കൂടി കൊടുത്തോളാൻ പറഞ്ഞു. ഉടുപ്പെടുക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കാൻ പറഞ്ഞു. ആ കാലഘട്ടത്തിലൊക്കെ മേലങ്കി ഒന്നും മാറ്റാൻ പറ്റുകയില്ല. രാത്രി കിടക്കുമ്പോൾ പോലും ഈ മേലങ്കി ധരിച്ചിട്ടാണ് കിടക്കുന്നത്. കുറേ അവിടത്തേക്ക് ഒരു കാലാവസ്ഥയുടെയും തണുപ്പിൻ്റെ ഒക്കെ നടുവിൽ ഇതൊന്നും ഊരാറില്ല. അപ്പോൾ ഉടുപ്പ് ചോദിക്കുന്നവന് മേലങ്കി കൂടി കൊടുത്തോളാനാണ് കർത്താവ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ദൈവികമായ സമാധാനവും സന്തോഷമൊക്കെ സ്ഥാപിക്കപ്പെടേണ്ടതിന് അവിടെ ഒരു വയലൻസോ അസ്വസ്ഥതകളോ തിന്മയ്ക്ക് അധികാരം കിട്ടാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചിലതൊക്കെ വിട്ടുകൊടുക്കാൻ, അതിൻ്റെ എക്സ്ട്രീമിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ്. എത്ര കുടുംബങ്ങളിൽ ഒരു അടി ബഹളം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ഒരാൾ നിശബ്ദരാകാൻ തയ്യാറാകുന്നുണ്ട്? ജീവിത പങ്കാളി തുടങ്ങുമ്പോൾ അതിനിപ്പുറത്ത് ഭാര്യ തുടങ്ങുമ്പോൾ ഭർത്താവും കൂടി അങ്ങോട്ട് കയറും. ഇതിനിടയ്ക്ക് മക്കളും കൂടി അങ്ങോട്ട് കയറി വന്നിട്ട് ഏതാണ്ട് യുദ്ധഭൂമി പോലെ നമ്മുടെ ചില കുടുംബങ്ങൾ മാറുക. എന്നാൽ ആരെങ്കിലുടെയൊക്കെ വൈകാരികതയിൽ അമിത വൈകാരികതയ്ക്ക് അടിമപ്പെട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനം നമുക്കുണ്ട് എങ്കിൽ ഒന്ന് ശാന്തമായാൽ മതി. ആരെങ്കിലും ഒരാൾ ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ മതി. അവിടെ ആ പ്രശ്നത്തിന് 90% പരിഹാരമുണ്ട്. ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യവും സാമ്പത്തിക ഭദ്രതയും വിദ്യാഭ്യാസ ഭദ്രതയൊക്കെ ഉള്ളത് കൊണ്ട് പരസ്പരം ഒന്ന് വിട്ടുകൊടുക്കാനോ എളിമപ്പെടാനോ പറ്റാതെ പോകുന്നുണ്ട്. അവിടെയാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ സ്വഭാവ രീതികൾ, പെരുമാറ്റ രീതികൾ അത് ദൈവികമാകുന്നതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടുമ്പോൾ നമ്മൾ പൂർണ്ണമായും സമാധാനം സ്ഥാപിക്കപ്പെടാൻ വേണ്ടി പലതും വിട്ടുകൊടുക്കാൻ തയ്യാറാകും. എന്താണ് നമ്മുടെ കുടുംബങ്ങളിൽ പൂർത്തീകരിക്കപ്പെടേണ്ടത്? ഇതാണല്ലോ നമ്മൾ ലക്ഷ്യത്തിനനുസരിച്ചാണല്ലോ പ്രവർത്തിക്കുന്നത്. ദൈവികമായ സമാധാനവും സന്തോഷമാണോ കുടുംബത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ടേ? അങ്ങനെയെങ്കിൽ ദൈവികമായ ആലോചനകൾക്കനുസരിച്ച് പെരുമാറാവും. എന്താണ്? വിട്ടുകൊടുക്കണം, എളിമപ്പെടേണ്ടി വരും, ചിലപ്പോൾ താന്നു കൊടുക്കേണ്ടി വരും. അത് തയ്യാറാകുന്നിടത്താണ് ദൈവികമായ തീരുമാനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത്. ചിലപ്പോഴെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ക്ഷമിക്കുന്നതും എളിമപ്പെടുന്നതൊക്കെ എന്തോ കുറച്ചിലാണ്. പലരുടെയും പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ ദേഷ്യപ്പെടാൻ നമുക്ക് വലിയ ആത്മീയ കരുത്തൊന്നും വേണ്ട. ഒരാൾ നമ്മൾ ദേഷ്യപ്പെട്ട് തിരിച്ച് അതേപോലെ തന്നെ ദേഷ്യപ്പെട്ടാൽ നമുക്ക് വലിയ ആത്മീയ ഫലമൊന്നും അതിന് വേണ്ട. പക്ഷേ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ ക്ഷമിക്കുന്നതിലും എളിമപ്പെടുന്നതിലും വിട്ടുകൊടുക്കുന്നതിലും സമാധാനത്തോടെ സംസാരിക്കുന്നതിലും നമുക്ക് ഉപരിയായ ആത്മീയ കരുത്തും സ്നേഹവും വേണം. ശരിക്കും നമുക്ക് ബലമുള്ളത് നമ്മുടെ ബലക്കുറവായിട്ട് ക്ഷമിക്കുന്നത് പലപ്പോഴും കാണാറുണ്ട്, വിട്ടുകൊടുക്കുന്നത്. ശരിക്കും നമ്മുടെ ആത്മീയ ബലമാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത്. ക്ഷമിക്കാനാണ് കരുത്ത് വേണ്ടേ, ക്ഷമിക്കാനാണ് സ്നേഹം വേണ്ടേ. ക്ഷമിക്കാതിരിക്കാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ബലഹീനതകളായി എളിമപ്പെടുന്നതും വിട്ടുകൊടുക്കുന്നതൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ശരിക്കും ആത്മീയ കരുത്താണ് ഒരുവനെ ക്ഷമിക്കാനും ക്ഷമയോടെ സ്നേഹിക്കാനുള്ള ധൈര്യവും ബലവും തരുന്നത്. അതുകൊണ്ട് ദൈവിക പുണ്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവിക നന്മകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അധ്വാനിക്കുമ്പോൾ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള മാർഗങ്ങൾ മാത്രമേ നമ്മൾ സ്വീകരിക്കാവൂ. തിന്മയെ തിന്മ കൊണ്ട് എതിർക്കാതെ തിന്മയെ നന്മ കൊണ്ട് എതിർക്കുന്നിടത്താണ് അതിൽ ദൈവിക പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നത്. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതലായ സന്ദേശമായിട്ട് ഈശോ നമുക്ക് തരുന്നത്. ഇത് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ബന്ധങ്ങളിലൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ദൈവത്തിൻ്റെ തീരുമാനം, ആ തീരുമാനത്തിനനുസരിച്ച് എളിമപ്പെടാനും വിട്ടുകൊടുക്കാനൊക്കെ പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.